നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ട്. ചിലതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇനി ചിലതൊക്കെ ലഭിക്കാൻ കിടപ്പുണ്ട്. പക്ഷേ ചില ആഗ്രഹങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരെ വന്നിട്ട് ഒരു ടൈം ആകുമ്പോൾ അത് തെന്നി മാറി പോകാറുണ്ട്. ദൂരേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമാണത്. അയാൾ അനുഭവിക്കേണ്ട, അയാൾക്ക് കിട്ടേണ്ട ഒരു അത്യാവശ്യമായ ആഗ്രഹം അയാളുടെ ജീവിതത്തിന് തൊട്ടടുത്ത് വരെ നിൽക്കുമ്പോൾ ഇയാൾ അതിലേക്ക് ചാടി പിടിക്കാൻ ശ്രമിക്കുന്ന ആ ടൈം തന്നെ അത് ദൂരേക്ക് മറഞ്ഞു പോകാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പോകുന്നതിൽ തെറ്റില്ല കേട്ടോ. പക്ഷേ ഈ ആഗ്രഹം ചെന്ന് എത്തുന്നത് സ്വന്തം സുഹൃത്തുക്കൾക്കോ സ്വന്തം ബന്ധുക്കൾക്കോ ആണ് ചെന്നെത്തുന്നത്. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ അടുത്തേക്ക് വരുന്ന ആഗ്രഹം നമ്മുടെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കേണ്ട ഒരു ടൈമായിട്ടില്ല, സമയമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആ ആഗ്രഹം നമുക്ക് കിട്ടിയാൽ തന്നെയും നമ്മൾ ചിലപ്പോൾ അഹങ്കരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മളല്ലാതെ ആയി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. നമ്മളതിന് പാകമായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ചിലത് പോകാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മളിലേക്ക് വരാനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു വ്യക്തിക്ക് അത് എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം നമ്മളും അവരും വ്യത്യസ്തരാണ് എന്ന് ഉള്ളത് കൊണ്ടാണല്ലേ. എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരും എൻ്റെ സുഹൃത്തുക്കളും വ്യത്യസ്തരല്ല. ഞാനും അവരും ഒന്നാണ് എന്നുള്ളൊരു ബോധത്തോട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസോട് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഞാനും നീയും ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്താഗതി ഉള്ളവർക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. നമ്മളെല്ലാവരും ഒന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അടുത്തുള്ള വ്യക്തി അനുഭവിക്കുമ്പോൾ അതെനിക്ക് തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് കുറച്ച് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും.